എടാ ഈ സംഭവം എന്താന്ന് വെച്ചാലേ തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര തിരക്കാണ്. ആഴ്ചയിൽ 7 ദിവസം തികയില്ല ഇവിടെ. കാരണം ഒരു 2-3 ദിവസം കുറഞ്ഞത് പടവലത്ത് പോകണം. അവിടുത്തെ പരിപാടികള് കാര്യങ്ങള്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഹോം സ്റ്റേ തുടങ്ങിയാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പാറമട ഹോം സ്റ്റേ. അത് കാരണം നിന്ന് തരാൻ സമയമില്ല. നമ്മളല്ലേടാ മെയിന്. അതുകൊണ്ട് തന്നെ ഒന്നുള്ള ഒരു കോൾ വന്നു. ഏതാ നമ്പർ? കുറേ വിളിക്കണം പിന്നെടുക്ക. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് പരിപാടി നടക്കില്ല. ഒരാഴ്ചത്തിന് നീട്ടി വെക്കാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ വിളിക്കാവേ. അങ്ങോട്ട് പറഞ്ഞു ജയമാന എന്താ ഇങ്ങോട്ടൊക്കെ? എടാ നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു. എപ്പോ വിളിച്ചു? നീ ഫോൺ എടുത്ത് നോക്കി. ഞാൻ വേറെ കോളിലായിരുന്നു, തിരക്കിലൊക്കെ ആയിട്ടേ. നീ അതൊന്ന് നോക്കടാ. എന്റെ നമ്പർ സേവ് ചെയ്തല്ലേ? വന്ന നമ്പർ നിന്റെ ആയിരുന്നല്ലേ? ഞാൻ സേവ് ചെയ്തായിരുന്നടാ. പക്ഷെ ഇത് എന്തോ പറ്റിയത് അപ്ഡേറ്റ് ആയപ്പോ ഉരുണ്ട് കളിക്കില്ല കേസ്. നിന്നെ വിളിച്ചെന്തിനാന്നറിയാ? നീ അന്ന് പാറമട മറ്റേ ഹോം സ്റ്റേയുടെ കേസ് പറഞ്ഞില്ലേ? അതിന്റെ എത്ര പെർസെന്റേജ് വരാമെന്ന് നീ പറഞ്ഞേ? കമ്മീഷന് അതൊരു 1.5%. 1.5 പറ്റില്ല. 1.5% പുണ്യം ഉണ്ടോ? പുണ്യം എനിക്ക് വേണ്ട. നീക്ക് പെർസെന്റേജ് ആണെങ്കിൽ തരണ്ട്. പൈസ കൂടുതൽ കാണും. അങ്ങനെയാണ് ഞാൻ ഒരു ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ടീമുണ്ടോ? നമ്പർ അയക്കട്ടെ? എന്നാ പിന്നെ അയക്കി. എത്ര തരും? കൂട്ടി തരാം. എത്ര കൂട്ടി തരാടേ? തരും. നമ്പർ കിട്ടി. പുള്ളിയുടെ പേര് തരും. ഗോപാലനോ ബാലഗോപാലനോ അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ നമ്പർ അയച്ചു തരാം. അതെ അല്ല ഒരു മിനിറ്റ് ജോയ്മാനടാ, പ്രശ്നമുള്ള കേസൊന്നും അല്ലല്ലോ. സൂപ്പർ ഫാമിലി എന്റെ അടുത്ത് പറഞ്ഞു. സൂപ്പർ ഫാമിലി ആന്ന്. ആര് പറഞ്ഞു? എടാ സുകേഷ് ഇല്ലേ? എടാ പാലാരിവട്ടത്തുള്ളത്. എടാ വിജിലേഷിന്റെ അനിയൻ സുകേഷ്. എടാ ഹോം സ്റ്റേ നടത്തുന്നത്. അതന്നെ. ഞാൻ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ പാറമടയിൽ ഒരു ഹോം സ്റ്റേ തുടങ്ങിയിട്ടുണ്ടെന്ന്. അവിടെ ഗസ്റ്റുകള് ഫില്ലായി കഴിയുമ്പോ എനിക്ക് ഗസ്റ്റിന് തരാണ് ഞാൻ അവനൊരു പെർസെന്റേജ് കൊടുക്കാൻ ഞാൻ പറഞ്ഞു. നടക്കുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടടാ. അപ്പൊ അവൻ തന്ന നമ്പറാണ് ഞാൻ അയച്ചിട്ടുണ്ട്. അവൻ തന്ന ടീമാണെങ്കിൽ ആള് ഓക്കെയാണ്. എടാ സൂപ്പർ ഫാമിലിയാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒറ്റ ദിവസം വന്ന് നിൽക്കുന്നു, പിറ്റേ ദിവസം പോകുന്നു. നീ വിളിച്ച് സെറ്റ് ചെയ്താ പെർസെന്റേജ് മറക്കരുത്. പെർസെന്റേജ് തരാം. തന്നില്ലെങ്കിൽ അന്ന് വന്ന പോലെ വരും. ടീമുണ്ട്, വരും. ഞാനൊരുത്ത് പെർസെന്റേജ് അല്ലടാ. അതെ കൊടുക്ക. ഹലോ ഗുണഗോപാൽ. ഗോപാല സാറല്ലേ? ഗോപാല സാറ്. വി ഗോപാല, വേണുഗോപാല സാറല്ലേ സാറേ? സാറേ എൻ്റെ പേര് കേശുവാണ് സാറേ. നമ്മള് പാറമട ഹോം സ്റ്റേ എന്ന് വിളിക്കുകയാണേ. സാറേ പാറമട ഹോം സ്റ്റേ. അതെ 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 അതെ. തണല് പറഞ്ഞ അതെ അതെ അവര് പറഞ്ഞ ആ സ്ഥലം തന്നെ സാറേ. നമ്മളിവിടെ അടുത്ത് തന്നെ. ഞാൻ ലൊക്കേഷൻ അയക്കാം. സാറേ സംഭവം എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരു 10-10:30 ആകുമ്പോഴത്തേനും ഒരു വെക്കേറ്റ് ചെയ്യും. ഓക്കെ, ആ സമയത്തിന് ഒന്ന് ഓക്കെയാണ് സാറേ. ശരി സാറേ, ശരി സാറേ, താങ്ക് യു. ഓക്കെ സാറേ, ഓക്കെ ബൈ, സീ സാർ. ഓക്കെ. ഗുണഗോപാലനോ? വേണുഗോപാല സാർ. വേണുഗോപാലനോ? അതേത് സാർ? നമ്മുടെ ഗസ്റ്റ് സെറ്റ് ചെയ്ത്. ഗസ്റ്റ് ഇപ്പൊ വരും. ലച്ചാച്ചി റൂം സെറ്റ്. ഗസ്റ്റ് ആയിന്നാ? സാധാരണ ഗസ്റ്റ് വരുമ്പോ എന്നെയാണല്ലോ വിളിക്കാറ്. അതോ എല്ലാ തവണയും ചേച്ചി തന്നെ വിളിക്കണമെന്നുണ്ടോ? ഇത് കുറച്ച് വളഞ്ഞ വഴി വന്ന ഗസ്റ്റ് ആണ്. ഇവിടെ മര്യാദക്ക് വരുന്ന ഗസ്റ്റുകൾ തന്നെ ഒരു വിധത്തിലാ പോകുന്നത്. അപ്പോഴാ വളഞ്ഞ വഴി വരുന്ന ഗസ്റ്റ്. അറിയാ ഇവര് സെറ്റ് ഫാമിലിയാണ്. സൂപ്പർ ഫാമിലിയാണ്. നിന്റെ പോലെ പരിചയക്കാരാ? അല്ല പിന്നെ അത് നമുക്ക് അറിയാവുന്ന നമ്മുടെ ഈ പാലാരി അടുത്തുള്ള തണൽ ഹോം സ്റ്റേ ഇല്ലേ? ആ ഹോം സ്റ്റേയില് ആള് ഫില്ല് ആവുമ്പോ ഇങ്ങോട്ട് വിടും ആളെ. ഞാൻ ഒരു ഇന്റർലിങ്ക് സെറ്റ് ചെയ്തതാണ്. ആര് കൊണ്ടുവന്നേ അറിയോ? ജോയ്മോൻ. ജോയ്മോനാണോ? എടാ ഇത് ശരിയാവത്തില്ലടാ. അളിയാ അവൻ ഇപ്പൊ പഴയതൊന്നുമില്ല. അവൻ ആള് സെറ്റായി. ഇപ്പൊ അവൻ സൂപ്പറാണ്. അവൻ നമ്മള് കമ്മീഷൻ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവന് നമ്മള് കമ്മീഷൻ കൊടുക്കണം. അവൻ മറ്റേ തണലിന്റെ പുള്ളിക്ക് കമ്മീഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 2 കമ്മീഷൻ.
അപ്പൊ ജോയ്മോന് കമ്മീഷൻ, തണലിലെ പുള്ളിക്ക് കമ്മീഷൻ, നാട്ടുകാർക്കൊക്കെ കമ്മീഷൻ, ബാക്കി നമുക്ക് എന്ത് കിട്ടും? ചേച്ചി അതിനാണ് ഇതിന്റെ ട്രിക്ക്. അതായത് നമ്മള് റൂം റെന്റ് കയറ്റരുത്. അപ്പൊ അവര് വിചാരിക്കും നമുക്ക് മാത്രം എന്താ റൂം റെന്റ് കൂടിയെന്ന്. അതിന് പകരം ബാക്കിയുള്ള ബില്ലിലെല്ലാം കൂടെ കുറച്ച് പൊടിക്കൈയൊക്കെ ചേർത്ത് കയറ്റി അങ്ങ് വിടണം. അറിയില്ല എടാ ഇതൊന്നും ശരിയാവത്തില്ലടാ, ശരിയാവത്തില്ല. അളിയാ ഇത് ബിസിനസ്സാണ്, ബിസിനസ് അല്ലാതെ പുണ്യത്തിന് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. മാത്രമല്ല കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഫണ്ട് കയറ്റുകയൊക്കെ ചെയ്യാം. ജീവിക്കണല്ലേ നമുക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഓക്കെ. റൂം സെറ്റ് ഞാൻ സെറ്റ് ചെയ്യാനാ, നീ പോയി സെറ്റ് ചെയ്യ്. എന്നാ ഞാൻ സെറ്റ് ചെയ്യാം. കമ്മീഷൻ്റെ കാര്യം മറക്കല്ലേ, അവർക്ക് എല്ലാവർക്കും. ജോയ്മോന്റെ കെയർ ഓഫിൽ വന്ന ടീമാ, വള്ളിയാവൂ. ഏയ് നമുക്ക് നോക്കാമേ. അയ്യോ, ആ തറക്ക് ചിലപ്പോ നോവും. ഇത്തിരി വൃത്തിയായിട്ടൊന്ന് അമർത്തി തുടക്കി വെച്ചേ, ആ അരിവും മൂലയൊക്കെ ചേർത്ത്. ആന്റി അവിടെ ആ തൂണിന്റെ താഴെ അവിടെ അവിടെ. കാരണം നമ്മുടെ ഇരുമ്പ് ബസ്സല്ലേ അതിന്റെ അടിയിൽ അതിന്റെ അപ്പുറത്ത് അവിടെ. ആ സൈക്കിളിന്റെ കീഴ് ഒക്കെ വൃത്തിയായിട്ട് തുടക്കി. ടൈലൊക്കെ ഇങ്ങനെ വെട്ടി തിളങ്ങണം. പഴയതുപോലെ അല്ല, ഗസ്റ്റ് ഒക്കെ വരുന്നതാ. കാരണം ആ ഊഞ്ഞാലിന്റെ ഭാഗത്ത് തുടങ്ങണേ, കാരണം അവര് വരുന്നതാണേ. അവര് ചിലപ്പോ അവിടെ പോയി ഇരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ അടി വൃത്തിയായിട്ട് ആ കസേരയുടെ താഴെയും കൂടെ. ഇപ്പുറത്തെ സൈഡ് ചേർത്ത് തൊടാ. അതാകുമ്പോ ഒരു സ്ക്വയറിലങ്ങ് തുടച്ച് വരാല്ലേ. ആ തൂണിന്റെ അരിവും ചേർത്ത് തുടച്ചിങ്ങി വരെ. ആന്റി ഒന്നും വെള്ളക്ക് നോക്കിയാ മാറാല, അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് ഇത് വെച്ച് ക്ലീൻ പൈസ ചെയ്യാൻ മുടിയാതില്ലേ? അല്ല ഇത് കഴിഞ്ഞിട്ട് മതി. ഇനി ഏതാവത് ഇരിക്കാ? അതിന്റെ ആ സൈഡും കൂടെ ഒന്ന്. പിന്നെ അവിടെ കുറച്ച് പുല്ലും ഉണ്ട്. என்ன நீங்க நினைச்சிட்டு இருக்கீங்க? நான் என்ன குப்பின்னு வந்த பூதமா? எல்லா வேலையும் நானே தனியா செய்யறதுக்கு எல்லாருமா தானே செய்யணும். അത് സംഭവം കനാൻറ്റി പറഞ്ഞാലും കാര്യമുണ്ട്. എങ്കിലും നമ്മളാരെങ്കിലും ആന്റിയെ സഹായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി കേൾക്കൂലല്ലോ. அது நான் கேட்க மாட்டேன். അപ്പൊ പിന്നെ ആന്റിയുടെ ചെയ്യേണ്ട വരും. அப்படின்னா நான் ஒன்னு சொல்லட்டா? இந்த கெஸ்ட் வர நாளைக்கு எனக்கு ஏதாவது டிப் கொடுப்பீங்களா? ടിപ്പ് തരും. ചേച്ചി ടിപ്പ് കൊടുക്കണേ. ഇപ്പാ നമുക്ക് ഈ ഹോം സ്റ്റേയുടെ മൊത്തം വരുമാനം ഉണ്ടല്ലോ, ആ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഒരു ഷെയർ ആന്റിക്ക് തരാം. അല്ലേ സിദ്ധു? അതെന്താന്ന് വെച്ചാൽ നീ നോക്കിച്ചാ മതി. അല്ല അങ്ങനെയല്ല, അത് മൊത്തം വരുമാനത്തിൽ നിന്ന് കൊടുത്താ അങ്ങനെ ശരിയാവണേ. എന്റെയൊക്കെ വരുമാനം മാറ്റിയിട്ട് ഒരു മാറ്റലും ഇല്ല കേട്ടാ. അതിനൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എല്ലാം അങ്ങോട്ട് ഇറങ്ങി പോന്നല്ലേ ഉള്ളൂ. എന്റെ അമ്മൂമ്മേ, അങ്ങോട്ട് ഇറങ്ങി പോയാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതെ അവര് ആന്റി ആ ബക്കറ്റ് മോപ്പ് മാറ്റി വെക്ക്. അതിങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങ വെച്ചാ തെരിയാതമ്മ, ഞാൻ മറഞ്ഞിരിപ്പേ. നമസ്കാരം. നമസ്കാരം. ഞാൻ വേണുഗോപാൽ, വൈഫ് യമുന. നിങ്ങളെ നേരത്തെ എത്തുന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നേ? എന്താ ലേറ്റ് ആയേ? അയ്യോ ഞങ്ങൾ ലേറ്റ് ആയില്ലോ. ലേറ്റ് ആയില്ലേ? ഇല്ല. കറക്റ്റ് ടൈം. ഊണ് കഴിച്ചല്ലോ അല്ലേ? ഇല്ല, കഴിച്ചില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ ആ തണൽ എന്ന് പറഞ്ഞ ഹോം സ്റ്റേന്ന് അവിടുത്തെ മെയിൻ മാനേജർ ഒരു ജോയ്മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ നല്ല നാടൻ ഭക്ഷണം കിട്ടും, നല്ല കിടുക്കൻ കരിമീൻ കറിയൊക്കെ ഉണ്ട്, ഫുഡൊക്കെ ഫ്രീ ആന്ന് പറഞ്ഞ്. അതെ അതെ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാതെ വന്നു. ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ നാടൻ ഭക്ഷണമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്കിന്ന് ഇവിടെ നോൺ വെജ് അവൈലബിൾ അല്ല. അയ്യോ, നടക്കൂല കേട്ടോ, നടക്കൂല. ഞങ്ങൾ 3 നേരവും നോൺ വെജ് കഴിക്കുന്നവരാ. പറ്റൂല, ഞങ്ങൾക്ക് നോൺ വെജ് വേണം. പിന്നെ പോയിട്ട് ചായയുടെ കൂടെ നോൺ വെജ് കഴിച്ചാൽ 4 നേരം ഒന്നും പറയാറുന്നല്ല. കറക്റ്റ്. ഞാൻ ചായയുടെ കൂടെ ഒന്നെങ്കിൽ ബീഫ് കട്ട്ലേറ്റ് അല്ലെ ചിക്കൻ കട്ട്ലേറ്റ്, ഇതിലേതെങ്കിലും ഒന്നും ഞാൻ കഴിക്കാറ്. അത് കഴിക്കും. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ കരിമീന പോയി മേടിച്ചോണ്ട് പോവാ.
എങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്താലോ? ആ ചെക്ക് ചെയ്യാം. അല്ല ഒന്ന് ഫ്രഷ് അപ്പ് ആവാം അല്ലേ? ആ പിന്നെ നോക്കിയ ചേട്ടാ എന്തുമാത്രം സാധനങ്ങളാണ് ഈ വീട്ടില്. ഇതൊക്കെ നിങ്ങൾ പണിയിപ്പിച്ചതാണ് അല്ലെങ്കിൽ മേടിച്ചാണ്? അതും മേടിച്ചതാ. അതെല്ലേ? തൊടണ്ട, താഴെ വീണ് പൊട്ടിപ്പോ. ദൈവമേ, ഇത് പണിയിപ്പിച്ചാണ്. നോക്കി, അത് പണിപ്പിച്ച ശില്പി പണിതാ. നല്ല പെണ്ണ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? പിടിച്ചേ, നല്ല സൈക്കിൾ. സൈക്കിള് അതെ അതെ അതെ, പഴയ സൈക്കിളാ, പൊട്ടിപ്പോ. അതെ, ഹായ്, നല്ല കസേര കേട്ടാ. കസേര നല്ല സുഖം ഇരുന്നിട്ട്. അതെ. തൂക്കല്ലേ തൂക്കല്ലേ, നടു അല്ല, എടുക്കാൻ പറ്റൂല, നല്ല കാലുകൊണ്ട് ഇരുമ്പല്ലേ. എനിക്ക് ഇഷ്ടമുള്ള ഊഞ്ഞാൽ, കട്ടില്. ചേട്ടാ അധികം ആടണ്ട, ചിലപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലോ. പഴയതല്ലേ, പഴയതാ. വാങ്ങിയതാണ് ഇതൊക്കെ. അത് ഊഞ്ഞാല് നമ്മൾ ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുന്നേ ഉള്ളതാ. പഴയതാണ്, പഴയതാണ്. ഇത് ഊരിയെടുക്കാനൊക്കെ പറ്റൂട്ടെ. കൊളുത്തുണ്ട്, കണ്ടുപിടിച്ച് കള്ളി. നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വേണ്ട ഇത്. എന്തോരം സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ. ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അതെ അതെ, നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ തയ്യാറായി. ഓ സന്തോഷം. അപ്പൊ ഒന്ന് ഫ്രഷ് അപ്പ് ആവാം അല്ലേ? പിന്നെ ആ വീട് നിങ്ങളുടെയാണോ? ആ വീട് നമ്മുടെ അല്ല, പൂട്ടിയിട്ടേക്കുവാ. ഇപ്പൊ ആള് താമസമില്ല. പക്ഷെ അതിനകത്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ കിടപ്പുണ്ട്. ആണോ ചേട്ടാ? അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്ന്. നമുക്കത് കണ്ടിട്ട് കയറിയപ്പോ അകത്തേക്ക് സമയം ഉണ്ടല്ലോ. ഫ്രഷ് അപ്പ് ആയതിനു ശേഷം നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം. ആദ്യം നിങ്ങൾ ഫ്രഷ് അപ്പ് ആവട്ടെ കേട്ടോ. കനകാൻഡി, ആ റൂം ഒന്ന് കാണിച്ചു കൊടുക്കോ. നടക്ക. ഏതാണ്ടൊരു ചെറിയ കുഴപ്പമില്ലയോ? ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കും എവിടെയോ ഫീൽ ചെയ്തു. എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. എനിക്ക് എവിടെ ഫീൽ ചെയ്തില്ലല്ലോ. അത് ഇപ്പം സംഭവം ഇതെല്ലാം കൂടെ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർത്തിയായിരിക്കും അല്ലേ? എനിക്ക് ചില സമയത്ത് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അവിടെ വെക്കണത് ഞാനും പിടിച്ചോണ്ടിരിക്കണം ഇവിടെ. അടുത്ത് ഫുഡ് ഇവിടെ ഫ്രീയാ. അമ്മ പറഞ്ഞു വിട്ടിട്ട് കൊണ്ട് കൊടുത്താൽ പോരെ. അമ്മൂമ്മ, അടുക്കളയിൽ പോയിട്ട് അടുക്കളയുടെ കാര്യങ്ങളൊക്കെ നോക്കൂ. ഇപ്പൊ റെഡിയാക്കാം. കരിമീൻ മേടിച്ചോണ്ട് വരാം. ഫുഡിന്റെ കാര്യം അവൻ കഴിഞ്ഞിട്ടായിരിക്കും. ആൾക്കാര് വരുന്നില്ലേ, കയറി പോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. മര്യാദയ്ക്ക് ഫുഡിന് പൈസ മേടിച്ചു തന്നോണം കേട്ടല. നമുക്ക് സെറ്റാക്കാം, വേറെ രീതി നമുക്ക് പിടിക്കാം. അളിയാ ഓക്കേ മതി. കനകം, ഇപ്പൊ താമസിക്കാൻ വന്നവരെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാന്ന് തോന്നുന്നു. அது எப்படி அம்மா உங்களுக்கு பார்த்த உடனே அவங்க நல்லவங்களா கெட்டவங்களான்னெல்லாம் தெரியுது? അതൊക്കെ എനിക്കറിയാം. എനിക്ക് ആൾക്കാരെ കണ്ടാലേ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾക്കതില്ല. ആ മോളെ, വാ കേറി വാ. എന്താ മോളെ, എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. எது கலறீங்க? അയ്യോ, എന്താ മോളെ? என்னாச்சு? என்ன பிரச்சனை சொல்லுங்க. അയ്യോ, കാര്യം പറ. എന്താ മോളെ? ഒന്നുമില്ല. പിന്നെ കരയുന്നേ? ஐயோ, என்ன இருந்தாலும் சொல்லுங்க. അയ്യോ, കരയല്ലേ, കരയാതെ കാര്യം പറഞ്ഞാട്ടെ. ஐயோ, அழாதீங்க. എന്താ മോളെ? കരയണ പുള്ളിക്കാരി എന്തിനാ കരയണം? അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞോ? இல்ல, அம்மா ஒன்னும் சொல்லல. எனக்கு தெரியாது எது கலறாங்கன்னு. എന്താ പറഞ്ഞേ പുള്ളിക്കാരോട്? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നുമേ പറഞ്ഞില്ല. ഉറപ്പാണോ? അടിമടിച്ചു തരൂ. ചോര്, എന്താ കാര്യം? ചോര്. ചേച്ചി അല്ല മാഡം, എന്തു പറ്റി? കരയണ എന്തിനാ? കണ്ണിലെന്തെങ്കിലും പൊടി പോയതാണോ? കണ്ണിലും കുഴപ്പമില്ല. അയ്യോ, ഇനിയിപ്പോ കണ്ണിന് വല്ല അസുഖമാണെങ്കിൽ ഇവിടെ അടുത്തൊരു ഐ ഹോസ്പിറ്റൽ കിട്ടാം. നമുക്ക് വേണമെങ്കിൽ അവിടെ പോവാം. അസുഖമൊന്നുമില്ല, ആശുപത്രിയിലൊന്നും പോകണ്ട. പിന്നെ എന്തിനാ കരയുന്നേ? അത് അമ്മ പെട്ടെന്ന് പോളെന്ന് വിളിച്ചപ്പോ എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വന്ന്. അതായിരുന്ന ഞാൻ പേടിച്ചു പോയി. അത് അമ്മുമ്മ ഇങ്ങനെയാ, എല്ലാരോടും ഭയങ്കര സ്നേഹ. അമ്മുമ്മക്ക് മാത്രല്ല, ഈ വീട്ടിലുള്ള എല്ലാരും ഇങ്ങനെയാ. പിന്നെ ചേച്ചി അല്ല മാഡം, ഞാനിപ്പോ എന്താ വിളിക്കണ്ട? ചേച്ചി വിളിക്കണം, മാഡം വിളിക്കണം?
മാഡം ഒന്ന് വിളിച്ചാ മതി. മാഡം ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്താ? അമ്മ പോയിട്ട് എത്ര വർഷമായി? അമ്മ എവിടെ പോയി? അല്ല ചേച്ചിയല്ലേ പറഞ്ഞ അമ്മ പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വന്നെന്നാ പറഞ്ഞ. അങ്ങനെയായിരുന്നോ? ഇപ്പൊ മനസ്സിലായി. എന്താ പെട്ടെന്ന് അടുക്കളയിലോട്ട് കുക്ക് ചെയ്യാൻ എന്തെങ്കിലും ആണോ? അല്ല, ചുമ്മാ വന്നാണല്ലേ. കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇനിയിപ്പോ നോൺ വെജില് വേണമെങ്കിൽ സൂപ്പാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ വേണ്ട ആണല്ലേ? എന്നാ വിശപ്പാകുമ്പോ ആന്റിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ആന്റി സെറ്റ് ചെയ്ത് പറയാ. എന്തുമാത്രം സാധനങ്ങളാണ് ഈ അടുക്കളയില്. ഭഗവാനേ, ഈ അടുക്കള ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പൊ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല? അയ്യോ, എല്ലാരും ഈ വീടും പരിസരവും ആൾക്കാരും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോളുടെ പേര് ലച്ചുന്നല്ലേ? അതെ അതെ അതെ, എനിക്ക് മനസ്സിലായിരുന്നു. എന്നാ പിന്നെ നിങ്ങള് സംസാരിച്ചിരിക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. വിളിക്കാം. മോളെ പറ്റി പറഞ്ഞില്ലയോ? അത് ഭർത്താവിനോട് പറയാൻ പോയതാ. അതെല്ലേ? ഇച്ചിരി വായാടിത്തരമൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് ഭയങ്കര പാവാ. മോളുടെ വീട് എവിടെയാ? എന്റെ വീട് കോട്ടക്കലാണമ്മ. അപ്പൊ നീങ്ക എതുക്ക് ഇങ്ങ വന്നീങ്ക? അത് ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ ഇരിക്കണ സമയത്തില്ലേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഊര് ചുറ്റാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ ചുറ്റിക്കറങ്ങി വന്നതാ. ഇനി എപ്പോ എറണാകുളത്ത് വന്നാലും ഇവിടെ വരണം കേട്ടോ. ഇങ്ങോട്ട് നോക്കേ, ഉറപ്പായിട്ടും ഇനി എറണാകുളത്ത് വരുമ്പോ അമ്മയുടെ അടുത്ത് ഇവിടെ 2-3 ദിവസം വന്ന് നിന്ന് അമ്മയുടെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോളു. അമ്മ സത്യം പറഞ്ഞ എനിക്ക് വീടും പരിസരവും സംഭവം എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദൈവമേ, കുതിര കൊള്ളാലത്. ഇത് മരത്തിന്റെയാണോ? മരത്തിന്റെയാ? പണിയിപ്പിച്ചായിരിക്കും അല്ലേ? ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാ. കൊള്ളാട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. പിന്നെ അമ്മ എന്താണ് ഉച്ചക്ക് കറിയൊക്കെ ഉണ്ടാക്കിയേക്കണ? അല്ല, മക്കള് പറഞ്ഞില്ലായിരുന്നോ മീനും ഇറച്ചിയൊക്കെ വേണമെന്ന്? അത് വേണം. അപ്പൊ നല്ല കരിമീൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. കരിമീനാ? കരിമീത്തിന്റെ കൂടെ തേങ്ങ ചമ്മന്തി കിട്ടും. പിന്നെന്താ, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമല്ലോ. അതാണ്ട് തേങ്ങ ഇരിപ്പുണ്ടല്ലോ. തേങ്ങ ഉണ്ടായിരുന്ന? എടാ നോക്കട്ടെ. ഓ, തേങ്ങക്കൊരു വാട്ടുണ്ട്. ഇത് വേണ്ട. അമ്മ പുറകില് തെങ്ങ് പോയിട്ട് 2 തേങ്ങ കുത്തിട്ടേ തേങ്ങ കൊത്തെടുത്ത് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കി തരൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ മതിട്ടാ. ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാ അമ്മ ചെന്ന് തേങ്ങ കുത്തിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കനകത്തിന് കമ്പനി കൊടുക്കാം. അമ്മ ഞാൻ പോണുമാ? വേണ്ട, ഞാൻ പോയി എടുത്തുണ്ടോ. കനകം, അടുക്കളയിൽ ഇനി കൊറേ പണി ഉണ്ടാവൂലേ? இல்ல, எல்லாமே முடிஞ்சது. இனி கொஞ்சம் வேலைதான். ஒண்ணு கிச்சன் துடைக்கணும், அவ்வளவுதான் இருக்கு. എന്നാ നടക്കട്ടെ. അതെ, ഞാനെന്നാ റൂമിലേക്ക് ചെല്ലട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഫുഡ് ആവുമ്പോ വിളിച്ചാ മതി. ശരി എന്നാ. இந்த ரூம் எப்படி கிடக்குது பாருங்க. இங்க கெஸ்ட் வருது தானே, கொஞ்சம் நீட்டா வச்சுக்க கூடாதா? எவ்வளவு வாட்டி சொன்னாலும் கேட்கவே மாட்டாங்க. எனக்கு சொல்லி നീ ഇവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുവാ? பாருங்க அம்மா, இப்படி ரூம போட்டு வச்சா எப்படி அம்மா? இதெல்லாம் ക്ലീൻ செய்ய வேண்டாமா? ഈ മുറി വൃത്തിയാക്കാൻ നിന്നാലേ നമ്മുടെ ജന്മം പാഴാവുന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. அம்மா, எனக்கு மடிச்சு என்ன கையெல்லாம் வலிக்குதம்மா. എന്തോ ചെയ്യാനൊക്കും, എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ആഹാ, രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്ന? ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാ. சாப்பாடு எப்படி இருந்தது? ആ ഫുഡ് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിമീൻ കറി കൊള്ളാട്ടാ, ചമ്മന്തി നന്നായിട്ടുണ്ട്. ഭർത്താവ് എന്തേ? ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങണമ്മ. എനിക്ക് അവിടെ ഒറ്റക്കിരുന്ന് ബോറടിച്ചപ്പ ഞാൻ അമ്മേന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കാന്ന് ഓർത്തിങ്ങ് വന്നതാ. ഷൂ, എന്തുമാത്രം പണിയാണ് അമ്മേ വീട്ടില്. പണി തീരണില്ലല്ലേ? അത് പിള്ളേരുള്ള വീടുകളിലെല്ലാം അങ്ങനെ, എത്ര പണി എടുത്താലും തീരത്തില്ല. സത്യം പറഞ്ഞാലേ മോളെ കണ്ടപ്പം ഈ വീട്ടിലെ ഒരാളായിട്ട് വന്ന് തോന്നുവാ. എനിക്കും അങ്ങനെ അമ്മേ, എനിക്ക് എന്റെ സ്വന്തം വീട്ടില് പോയ പോലെ ഉണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക്. കനകം, മോട്ടർ ഓഫ് ചെയ്തായിരുന്നോ? ഇല്ലമ്മാ. ഓഫ് ചെയ്തില്ല ഇതുവരെ? ഇല്ലമ്മാ. എന്നപ്പോ ഞാൻ മോട്ടർ ഓഫ് ചെയ്ത. പോയിട്ട് വാ.
ശോ. കനകം ആ പാവ കൊള്ളാലെ മാലാഖ. அது நம்ம கேசுக்கு gift கிடைச்சது. അതെല്ലേ? പക്ഷെ ഭയങ്കര പൊടിയുണ്ട് ട്ടാ. பொடி இருக்கா? അതൊക്കെ ഒന്ന് തുടച്ചു വെച്ചൂടെ? ஐயோ இப்பவே துடைக்கிறேன், அல்லைனா நான் மறந்துடுவேன். அப்புறம் இது വേഗം மடிக்கிறேன். തുടക്ക്. നല്ല പാവ. ഞാനെന്താ അങ്ങോട്ട് ചെല്ലട്ടെ? ചേട്ടൻ ഇപ്പൊ ഉറക്കത്തിന്ന് എഴുന്നിട്ടുണ്ടാവും. എന്നെ കണ്ടില്ലേ, സങ്കടവും ഭയങ്കര ഇഷ്ടമാണ്, അതാണ്. ചെല്ലട്ടെ? ശരി. பாவம். എന്നാലും ഇത് എവിടെ പോയി? അമ്മൂമ്മ, അമ്മൂമ്മ, ആ മുറിയില്ലേ ഞാനൊരു പുതിയ ലിപ്സ്റ്റിക്കും പിന്നെ ഈ കവളൊക്കെ ചുമക്കണ ഒരു സാധനവും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തായിരുന്നു അത്? ഞാൻ എടുത്ത് ഇട്ടേക്കുന്നുണ്ടല്ലോ, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, കവളത്ത് ചുമക്കുന്ന സാധനം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പായന്തലാണ് എന്തിയേ? എന്റെ ലിപ്സ്റ്റിക് അവിടെ ഞാൻ എടുത്തില്ല പക്ഷേ. പായ് നല്ലോണം ഞാനും എടുത്തില്ല. എനിക്ക് എന്തിനാണ് പായ് നല്ലോണം? എന്റെ പുതിയ ലിപ്സ്റ്റിക് അത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ അലമ്പാവൂട്ടാ. ഓ, ഞാൻ ഉച്ചയ്ക്കൊന്ന് മയങ്ങാമെന്ന് വിചാരിച്ച് തലാണ നോപ്പിക്ക, തലാണ കാണുന്നില്ല. ഓർമ്മ അപ്പുറത്തെ മുറിയിലുണ്ട്, അതെടുത്തോ. அம்மா அம்மா, கிச்சன்ல இருக்கிற பாத்திரம், ஸ்பூனு, கிளாஸ் ஒண்ணுமே காணோம் அம்மா. അതൊക്കെ അവിടെ പോയി? எனக்கு தெரியாது லிச்சு. അത് ആരെടുത്തോണ്ട് പോനാ? അതെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പുറത്തു കിടന്ന മണിയും തത്ത എടുത്തായിരുന്നു? ഇല്ല. ഇല്ലേ? അതിവിടെ കാണാനില്ല. അല്ല, ആ തൂണിന്റെ മുകളിൽ ചെടിച്ചട്ടി ഉണ്ടായിരുന്നില്ലേ? അയ്യോ, അത് ഇവിടുത്തെ ചെടിച്ചട്ടി എവിടെ? ഇവിടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെ? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാനാ? മണിയും തത്ത എവിടെ? ചെടിച്ചട്ടി എവിടെ? ஐயோ எனக்கு தெரியாது கேசு. വാഷ് ചെയ്തിട്ട് ഇട്ടിരുന്ന എന്റെ ജീൻസ് കാണുന്നില്ല. ആ, എന്റെ ജീൻസ് അവിടെ കാണുന്നില്ല. എന്റെ പൊന്നു സേതു, ഇവിടെ ഉള്ള ഒരു സാധനവും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലേ? ഇല്ലെന്ന്. അല്ലേ, ചെടിച്ചട്ടി കാണാനില്ല, മണിയും തത്തയും കാണാനില്ല. എവിടെ? എന്ത്? എന്റെ ലിപ്സ്റ്റിക് കാണാനില്ല. അതവിടെ പോയി. പായും തലാണയും വരെ കാണുന്നില്ല. கிச்சன்ல பாத்திரம் எல்லாம் இல்லப்பா. മാത്രമില്ലേ? അളിയ, എടാ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കള്ളം കയറിയ കള്ളം കറി ഇതൊക്കെയാണ് എടുത്തോണ്ട് പോണേ. അളിയ അല്ല ഇരിക്കണ. അമ്മേ അമ്മേ അമ്മേ. ഓ, ഹോം സ്റ്റേ വാ. അമ്മേ അമ്മേ. ആ, എന്താ? നിങ്ങളതോടെ പോണു? അല്ല, ഞങ്ങളെ റൂം വെക്കേറ്റ് ചെയ്യാം. റൂം വെക്കേറ്റ് ചെയ്യാനാ? അതിന് നാളെയല്ലേ ചെക്കൗട്ട്? നാളെയാണ്, പക്ഷെ പെട്ടെന്ന് നാട്ടിൽ നമുക്കൊരു കോള് വന്നു. അമ്മാവിന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞിട്ടേ, അപ്പൊ അർജന്റായിട്ടൊന്ന് പോകണത്. ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്കാം നമുക്ക്. ഓ ചേട്ടാ, നമുക്ക് അപ്പം എന്തായാലും അർജന്റായിട്ട് കോള് വന്നല്ലേ? അതെ, അമ്മാവനയ്യാത്തല്ലേ? അമ്മാവിന് തീരെ വയ്യ, അർജന്റ്. അപ്പൊ നിങ്ങൾ വിട്ടോ. പേയ്മെന്റ് അത് ഞങ്ങൾ മെസ്സേജ് ചെയ്യാം, ഓൺലൈനിൽ അടച്ചാൽ മതി. അല്ല, പറഞ്ഞോ, കുഴപ്പമില്ല, നമുക്കത്. അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ധൃതി പിടിച്ചാൽ ചെയ്യണ്ട, കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. എന്നാ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇറങ്ങട്ടെ? ഓക്കെ, എന്നാ ശരി, സന്തോഷം. അതെ, മറ്റേ ബാഗ് എടുത്തിട്ട് ചേട്ടൻ ഇത് പിടിക്കും. ബാഗ് ബാഗ് എടുത്തിട്ട് ബാഗ് എടുത്തിട്ട് വാ. എടുത്തിട്ടാമേ പോകേട്ടാ. പോയിട്ട് വരാം. ഒരു മിനിറ്റ്, നിങ്ങള് വന്നപ്പോ ഒരു ബാഗല്ലേ ഉണ്ടായോളൂ? ഇല്ല, ഞങ്ങള് 2 ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ഇല്ല ഏട്ടാ, നമ്മള് 2 ബാഗ് കൊണ്ടുവന്ന്. ഉണ്ടായിരുന്നു. ആ ആ, എന്നാ ഞാൻ പോട്ടെ. വന്നിട്ടെ ആയിക്കോട്ടെ. ഒരു മിനിറ്റ്. ഇതെന്താ? ഇതാ പുറകിലത്തെ തെങ്ങുമെന്ന് പറഞ്ഞ തെങ്ങും പോക്കല. മാമന് ഭയങ്കര നടുവേനെ മോളിൽ നിന്ന് വീട്ട് രസായനം വെച്ച് കൊടുക്കാൻ അതെ സമയം അമ്മാവന് ഏത് തെങ്ങിന്ന് പറിച്ച പൂക്കോല? അടുക്കള മുറ്റത്ത് മണ്ട പോയ തെങ്ങിന്റെ അല്ലാതെ ആയിരിക്കും. തെങ്ങിന്റെ ഇതെന്താ? തെങ്ങിന്റെ അളിയാ വാല് വാലളിയാ അയ്യോ കുതിര. ആ കുതിര. ആ കനകാന്റി എന്താ ഇത്? അയ്യോ എന്നോട് സ്പൂണ്. എന്റെ ലിപ്സ്റ്റിക് ഉണ്ടോന്ന് നോക്കൂ. നോക്കല്ലോ. അളിയ ജീൻസ് ജീൻസ് ചേച്ചിയുടെ ആയിരിക്കില്ലേ? അല്ല പാറുവിന്റെ. മണി. അയ്യോ അപ്പൊ എങ്ങനെയാ? അയ്യോ ഇപ്പഴാ ഒരു കാര്യം ഓർത്തത്. ബാഗ് മാറിപ്പോയി. ഇതല്ല നമ്മുടെ ബാഗ്. നമ്മുടെ ബാഗ് കട്ടും വരിപ്പുണ്ട്. പോയി എടുത്തോണ്ട് വാ. ഇത് നമ്മുടെ ബാഗ് അല്ലേ? ആറരയാ? ഇത് ചെലപ്പോ നിങ്ങളുടെ ആയിരിക്കും, ഞങ്ങളുടെ അല്ല. ആ അത് നിങ്ങളുടെ ആയിരിക്കും കേട്ടോ. പിടി മാറിപ്പോയതായിരിക്കും. ഓ ഓ ഓ വേണ്ട അത് എടുത്തു. അത് മാമൻ ഇനി വാ തുറക്കല്ലേ. ആ ആ ഇവിടുത്തെ അറിയാതെ തേങ്ങ തേങ്ങ അമ്മല്ലോ ഒപ്പറം. അമ്മൂമ്മ ഓ അടുക്കളയല്ലേ? നമ്മുടെ ഫ്രിഡ്ജ് അവിടെ ഇരിക്കണ നോക്ക്. എന്തിന് എടുത്തിനകത്ത് വെച്ച കാര്യമുണ്ട്. അല്ല ഇനി അപ്പൊ അത് പിന്നെ അറിയാതെ പറ്റിയതായിരിക്കും. ഇതാ അളിയാ ഇത് മൊത്തം നമ്മുടെയാ. പ്ലീസ് സോറി ക്ഷമിക്കണം. ഇനി ഒന്നും നോക്കട്ടെ, പോലീസ് വിളിച്ചു. വിളിക്കരുത് പോലീസിനെ വിളിക്കരുത്. അറിയാതെ ഒരു കൈബദ്ധം പറ്റിയതാ. ഇതോ? അതെ അറിയാതെ അറിയാതെ. നിങ്ങൾ എന്താ ഞങ്ങളെ കണ്ടിട്ട് എന്തിനാ? അയ്യോ ഇല്ല അതെ പോലീസിനെ വിളിക്കരുത്. സത്യം പറയാലോ ഇതിവിടെ ഒരു അസുഖമാണ്. അയ്യോ അത്യാവശ്യം നല്ലൊരു കുടുംബത്തിലെ അംഗങ്ങളാ ഞങ്ങള്. ഓ അതിപ്പോ ഞങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായി. അയ്യോ അമ്മ അങ്ങനെ അല്ല, ഇവക്കൊരു അസുഖമുണ്ട്. ഇങ്ങനെ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തെ ആരുടെയെങ്കിലും സാധനം അടിച്ചു മാറ്റണം എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ വരുമ്പോ ഞങ്ങള് നേരെ ഊരി വിറ്റാൻ വേണ്ടി ഇറങ്ങി. ചേട്ടാ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഊരി വിറ്റ് ഇറങ്ങില്ല, വീട്ടിൽ തന്നെ ഇടണം. ഇന്ന എന്റെ കാര്യം തീർന്നു. ഒരുപാട് ഡോക്ടറെ കാണിച്ചു നോക്കി, ഒരു രക്ഷയില്ല, ഒരു മരുന്നും വലിച്ചില്ല. സാധാരണ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി താമസിക്കുമ്പം ഇവിടെ സാധനങ്ങൾ അടിച്ചു മാറ്റി പിടിക്കപ്പെടുകയാണെങ്കിൽ പൈസ കൊടുത്ത് ഊരാറാണ് പതിവ്. പക്ഷെ ഇവിടെ അത് നടന്നില്ല. ഡൗട്ട് വെച്ചോട്ടെ, ഈ സാധനം കടയിൽ പോയി അന്തസ്സായിട്ട് എന്നാ പിന്നെ കാശ് കൊടുത്തങ്ങ് മേടിച്ചാ പോരി. അതിനൊരു ത്രില്ലില്ല. ഒന്നും തോന്നണ്ട. ക്ഷമിക്ക്. അല്ല ചേട്ടനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ ഈ അവസ്ഥയെ പറ്റി ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും ചേച്ചി ഇതിനു വേണ്ടി സാധനം അടിച്ചു മാറ്റി ബാഗിലാക്കി പാക്ക് ചെയ്യുന്ന വരെ എന്നാ നയം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഇവള് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ടേ അമ്മാവന് സുഖമില്ല നാട്ടിൽ പോകാന്ന് പറഞ്ഞപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് പോന്ന ഞാൻ കണ്ടില്ല, അതാ പറ്റിപ്പോയി. അമ്മേ മാറുണ്ട്. അമ്മേ സത്യം പറയട്ടെ, ഞാനല്ല കട്ടത്, എന്റെ അസുഖമാണ് കട്ടത്. അമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മേനെ പോലെയല്ലേ. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഒരു സാധനവും ഞാൻ കക്കൂല. ഇനി വരൂ? വരാട്ടാ. അസുഖല്ലേ വിട്ടുകള. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.